ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം ഭക്ഷിക്കാത്തവന് നിത്യജീവൻ ഉണ്ടാവുകയില്ല. പെസഹ തിരുനാളില് സ്വന്തം ശരീര രക്തങ്ങൾ മനുഷ്യവംശത്തിലെ വിമോചനത്തിന് വേണ്ടി ചൊരിഞ്ഞവൻ തമ്പുരാൻ. യുഗാന്ത്യം വരെ എന്നാളും ഞാൻ നിങ്ങളോട് കൊണ്ട് ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവൻ അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഭൂഗോളം ഉരുണ്ടതായതുകൊണ്ട് ഓരോ രാജ്യങ്ങളും ഓരോ ഭൂഖണ്ഡങ്ങളുമൊക്കെ തമ്മിൽ സമയത്തിൻ്റെ മേഖലയിൽ ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ട് അത്ഭുതകരമായ ഒരു പ്രതിഭാസം ലോകത്തിൽ നടക്കുന്നത് നമുക്കറിയാം. ലോകത്തിനെല്ലാ ഇടങ്ങളിലുമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ പ്രഭാതമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു. ലോകത്തിലെല്ലായിടത്തും അവൻ്റെ ബലി ഓരോ നിമിഷവും അർപ്പിക്കപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു നിമിഷമായി നാം കരുതുന്നു. ജീവന്റെ അപ്പമായ അവൻ ബലിവേദിയിൽ ഓരോ ബലിയിലും പുനർജനിക്കുന്നു. വൈദികരുടെ കരങ്ങളിൽ ഗോതമ്പപ്പം മുന്തിരിച്ചാറും അവൻ്റെ തിരുശരീര രക്തങ്ങളായി മാറും. അത്ഭുതവും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവം അനുഗ്രഹത്തിൻ്റെ വലിയ നീർച്ചാല് ഉതിർത്തുകൊണ്ട് അത്ഭുതങ്ങളുടെ പെരുമഴക്കാലം ഒരുക്കിക്കൊണ്ട് ലോകമെമ്പാടും അനുനിമിഷം ഈ അത്ഭുതം അരങ്ങേറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും അർപ്പിക്കപ്പെടുന്ന ബലിവേദിയോട് ചേർന്ന് നിന്ന് ജീവന്റെ അപ്പത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. യേശുവാകുന്ന ജീവന്റെ അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ നന്മയുടെ, എൻ്റെ ആത്മാവിൻ്റെ ഭോജനമാണ് എന്ന് തിരിച്ചറിഞ്ഞു ഈ അപ്പത്തിൻ്റെ പ്രോക്താക്കളാകാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ് എന്ന നമ്മുടെ ബലിവേദിയിലുള്ള പ്രസ്താവം യോഗ്യതയോടെ അവിടുത്തെ സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കുംഭസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പൊറുതി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധിയോടെ ഉൾക്കൊള്ളുവാൻ ഓരോ ബലിയിലും അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടും. എന്തുകൊണ്ടൊക്കെയോ അവിടുത്തെ ബലിവേദിയോട് അകലം പാലിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലെല്ലാം ഉണ്ട്. അത് പട്ടണങ്ങളിലും നഗരങ്ങളിലുമുണ്ട്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭുജിക്കാനും പാനം ചെയ്യാനും മടിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഈ ഇന്നത്തെ തിരുവചനം അവരുടെ പുനർവായനയ്ക്ക് ഉപയോഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യോഗ്യതയോടെ അവനെ സ്വീകരിക്കണം എന്നതിൻ്റെ അർത്ഥം എനിക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ സ്വീകരിക്കണ്ട എന്നല്ല. ആ അർത്ഥത്തിൽ നാം അതിനെ മനസ്സിലാക്കിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത. ഞാനും നിങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന ഓരോ ബലിയും അവൻ്റെ ശരീരരക്തങ്ങളുടെ ഭാഗഭാഗിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ അപ്പമാണ് വാങ്ങി ഭക്ഷിക്കുവൻ, ഇതിൻ്റെ രക്തമാണ് വാങ്ങി പാനം ചെയ്യുവൻ എന്ന അവൻ്റെ ആഹ്വാനം നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ അപ്പത്തിൻ്റെ ഉപാസകരാകാൻ നമുക്ക് സാധിക്കണം. ഈ യോഗ്യതയോടെ അവനെ സ്വീകരിക്കുന്നതിന് എൻ്റെ പാപമേഖലകൾ തടസ്സമാണെങ്കിൽ കുമ്പസാരക്കൂടുകളെ നാം സ്നേഹിക്കണം.
കുമ്പസാരക്കൂടുകളിൽ അനുതാപത്തിലൂടെ പാപങ്ങളേറ്റു പറഞ്ഞ് പാപപൊറുതി നേടി അവൻ്റെ ശരീരരക്തങ്ങൾ നാം സ്വീകരിക്കണം. അതിന് കാലവിളംബം വരുത്താൻ പാടില്ല എന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ്റെ ശരീരരക്തങ്ങളുടെ ഉപാസകരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇനി അങ്ങോട്ടുള്ള ഒരു ബലിവേദിയിലും അവൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാതിരിക്കില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സിർമൽബാർ കുർബാനയിൽ 2 പ്രാർത്ഥനകൾ. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന 2ാമത്തെ അനുതാപകർ. അതിനു മുമ്പായി 51-ാം സങ്കീർത്തനത്തിൽ നിന്ന് നാം ഏറ്റുപറയുന്ന ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനയും നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയപരമാർത്ഥതയോടെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ കുമ്പസാരങ്ങളുടെ ഇടവേളകൾ 1-2 മാസമായാലും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നാം വിശ്വസിക്കുക. കൊടിയ പാപത്തിൻ്റെ മാരകപാപത്തിൻ്റെ പിടിയിൽ നാം പെട്ടുപോകുന്നില്ല എങ്കിൽ ലഘുപാപങ്ങളെല്ലാം അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപത്തിൻ്റെ പാപസങ്കീർത്തന വേദിയിലേക്ക് കൂടെ കൂടെ അണയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എത്രമാത്രം അടുത്ത് കുമ്പസാരിക്കാൻ സാധിക്കുമോ അത്രമാത്രം അടുത്ത് കുമ്പസാരിക്കുക. ഏറിയാൽ 2 മാസം. 2 മാസത്തിനപ്പുറത്ത് കുമ്പസാരം നീണ്ടുപോകാതിരിക്കാൻ ആണ്ടുകുമ്പസാരം എന്ന തിരുസഭയുടെ ഒരു വാക്കിൽ കുടുക്കി നമ്മുടെ ജീവിതത്തെ തളച്ചിടാതെ കൂടെ കൂടെ കുമ്പസാരിക്കുന്നത് ദിവ്യാന്വേഷിച്ച് സ്വീകരിക്കാനാണെന്നും അവനെ സ്വീകരിച്ചെങ്കിലേ എനിക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ എന്നുമുള്ള തിരിച്ചറിവ് നമ്മളെ വഴി നടത്തണം. എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാമെന്നല്ല, എനിക്ക് സൗകര്യമുണ്ടാകണം, ഞാൻ സ്വീകരിക്കുക തന്നെ വേണം. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദിവ്യാന്വേഷോ നമ്മുടെ ആഗ്രഹത്തിൻ്റെ സാഹല്യതയാകട്ടെ, നിത്യജീവൻ്റെ അപ്പമാകട്ടെ, നിത്യജീവൻ്റെ കവാടമാകട്ടെ. ഹൃദയപരമാർത്ഥതയോടെ ദിവ്യാന്യത്തിന് ഉപാസകരാകാൻ നമുക്ക് തീരുമാനിക്കാം. ദിവ്യാന്വേഷോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.